പ്രിയ സുഹൃത്തുക്കളെ, അപ്പം ആദില നൂറയാണ് താരം. കഴിഞ്ഞ ദിവസത്തെ ബർത്ത്ഡേ ഫംഗ്ഷനോടുകൂടിയൊക്കെ കുറേ ആൾക്കാർ വൈറലായിരുന്നു. അതിനകത്ത് വന്നവരെയും വരാത്തവരെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇന്നിപ്പം വൈറലായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? രാവിലെ തൊട്ട് നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഉടമസ്ഥയിലുള്ള ഫൈസലിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ ഇവരെ ക്ഷണിച്ചിരുന്നു. ക്ഷണിക്കാതെ ആരും വലിഞ്ഞു കയറി ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ക്ഷണിച്ചിരുന്നു. അവിടെ ചെന്നു, അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുത്തു. അദ്ദേഹം അവിടെ നിന്ന് ആങ്കർ 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. സംസാരിച്ചു. ആദ്യം ആദില സംസാരിച്ചു. നൂറ എന്താ സംസാരിക്കില്ലെന്ന് ചോദിച്ചു. ഇല്ല, സംസാരിക്കും, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷമായിട്ട് പോയി. അവരെ അവിടെ എല്ലാം കൊണ്ടുനടന്ന് കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ ഈ ഫൈസൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, ഞാൻ അവരെ വിളിച്ചിട്ട് വന്നതല്ല, എനിക്ക് അവർ വന്നതിനായിട്ട് ഒരു പങ്കുമില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു നാണക്കേടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവർ ഏത് രീതിയിലും ജീവിച്ചോട്ടെ. അവർ വന്ന് കാല് പിടിച്ചൊന്നുമില്ല എന്നെ ഒന്ന് വിളിക്കുന്നു ചോദിച്ചത്. അപ്പോൾ അവർ ഏത് രീതിയിലും ജീവിക്കുന്നവരായിക്കട്ടെ, എങ്ങനെ വേണേൽ ജീവിച്ചോട്ടെ. അവർ യുദ്ധം ചെയ്ത് തന്നെ ജീവിക്കുന്നത് തന്നെയാണ്. അതിനകത്ത് അവർക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല ആരോടും. ഒരു മനുഷ്യനെന്ന പരിഗണന എല്ലാവർക്കും കൊടുക്കണം. അപ്പം വലിയൊരു സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വലിയൊരു എതിർപ്പിനെ തുടർന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് പലരും ഞാൻ ഇവരെ ക്ഷണിച്ചുകൊണ്ട് ഇനി ഞാൻ അവരുടെ കടയിൽ നിന്ന് സാധനം എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു, ഞാൻ അവരെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ വീണ്ടും കുറേ പേര് ആക്രമിക്കാൻ വന്നപ്പോൾ ഈ പോസ്റ്റും പിൻവലിച്ചിട്ട് പോയി ഫേസ്ബുക്കിൽ നിന്ന്. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വരല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അവർ മനുഷ്യരാണ്. അവരുടെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒരുപാട് തിക്താനുഭവങ്ങളുണ്ടായി. പക്ഷേ അവരുടെ ആ ചെറുത്തുനിൽപ്പ് കൊണ്ട് മാത്രം ഇത്രയും വരെ എത്തിയ 2 പെൺകുട്ടികളാണ്. ചേർത്ത് നിർത്തിയില്ലെങ്കിലും ഇതുപോലെ അപമാനിക്കാതിരിക്കാനെങ്കിലും ആൾക്കാർ ശ്രമിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിത് കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.